പ്രൈസ് ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രൈസ്റ്റ് റെഗബോർ വർഷിപ്പ് സെന്ററിന്റെ യേശു എന്നെ തൊട്ടു എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദയമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് നമ്മുടെ 3ാമത്തെ എപ്പിസോഡാണ്. പുതിയ കുടുംബവുമായി ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നു. അതിനു മുമ്പായി നമുക്കൊരു പാട്ട് പാടാം. നാം സ്തുതിച്ചിടും അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടും അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. നിന്തിരുമേനിയാറൂക്കപ്പെട്ടു നിന്നുദിരത്തിൻ വിലയായി വാങ്ങിയതാ. നിന്തിരുമേനിയാറൂക്കപ്പെട്ടു നിന്നുദിരത്തിൻ വിലയായി വാങ്ങിയതാ. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർത്തുകൊണ്ട് ആമേൻ. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർത്തുകൊണ്ട് ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. യേശുദൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. യേശുദൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോന്ന ആനന്ദനാളിന്മേൽ. നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോന്ന ആനന്ദനാളിന്മേൽ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. ആമേ. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. ഇന്ന് നമുക്ക് ഈ കുടുംബത്തെ പരിചയപ്പെടാം. അങ്ങളൊന്ന് പരിചയപ്പെട്ടാവല്ലോ. എൻ്റെ പേര് ജസ്വിൻ ബേബി എന്നാണ്. ഇതെൻ്റെ വൈഫ് ഷാരോൺ ജോസഫ്. 2 മക്കളാണുള്ളത്. ഒരാൾ മൂത്താള് ജോഷുവ, രണ്ടാമത്തെ ആള് ജെറുഷ. 2 കുഞ്ഞുങ്ങളാണുള്ളത്. നിങ്ങൾ ഈ ചർച്ചിൽ വരുവാൻ തുടങ്ങിയ കാലം എന്തുകൊണ്ടാണ് ഈ ചർച്ചിൽ വരുവാൻ ഇടയായത്? ഞങ്ങൾ ഏകദേശം ഒരു 4 മാസത്തോളമായി ഈ ചർച്ചിൽ വരാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് ഞങ്ങൾ വേറെ കൂട്ടായ്മയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച ഞങ്ങൾ ഇതുപോലെ തന്നെ ആരാധനയെ വന്ന് സംബന്ധിച്ചു. ആരാധന ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. അത് മാത്രമല്ല, ഇവിടുത്തെ ആരാധനാ രീതി, അതേപോലെ തന്നെ സ്വാതന്ത്ര്യം, ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി അവസരങ്ങൾ ഇവിടെ ലഭിക്കാറുണ്ട്. മെസ്സേജിനാണെങ്കിലും പാട്ട് പാടാനാണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും എല്ലാം കൊണ്ടും അത് ഞങ്ങളുടെ കുടുംബത്തിന് വളരെ അനുഗ്രഹം തന്നെയായിരുന്നു. പിന്നെ അടുത്ത ആഴ്ച തൊട്ട് ഞങ്ങൾ പിന്നെ കുടുംബമായിട്ട് സ്ഥിരമായിട്ട് വരുവാൻ തുടങ്ങി. ഇപ്പൊ ഏകദേശം 4 മാസത്തോളം വേണ്ടി ഞങ്ങൾ ചർച്ചയിൽ കടന്നു വരുന്നുണ്ട്. ഓക്കെ, ആന്റിയോടാണ്. ആന്റി നോർത്തിലൊക്കെ ജനിച്ചു വളർന്നു. മലയാളം ഇപ്പോഴും ഫ്ലുവന്റ് ആയിട്ടൊക്കെ വരുന്നുണ്ടോ? മലയാളം ഫ്ലുവന്റ് അല്ല, പക്ഷേ ശകലം വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ മീനിങ്ങും മാറിപ്പോകും. എങ്കിലും ഈ ചർച്ചിനെ പറ്റി ആന്റിക്ക് ഇവിടെ ഉണ്ടായിരുന്ന ആരാധന, ഇവിടുത്തെ വിശ്വാസം എല്ലാം ഒന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ? പറയാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു കൂട്ടായ്മയാണ്. നല്ലപോലെ പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്, ഫ്രീഡം ഉണ്ട്. പിന്നെ പ്രെയറും നല്ലപോലെ ചെയ്യുന്നുണ്ട് ഇവിടെ. പിന്നെ ഇവിടുത്തെ കൂട്ടായ്മ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇവിടെ ചേർന്നു. ബ്രദർ ജസ്റ്റിനാണെങ്കിൽ നല്ലൊരു പാട്ടുകാരനാണെന്ന്
ബ്രദർ ജസ്മിൻ നല്ലൊരു പാട്ടുകാരനാണെന്ന് ഞങ്ങൾക്കറിയാം. ഒരു പാട്ട് പാടാമോ? തീർച്ചയായിട്ടും. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഉൾത്തടത്തിൽ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഉൾത്തടത്തിൽ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ദൈവമാണ് ഏകയാശ്രയം. നല്ല പാട്ടായിരുന്നു. അനേകർക്ക് ആശ്വാസം വരുന്ന, പ്രത്യാശ ഉളവാക്കുന്ന നല്ലൊരു പാട്ട് നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ യേശു തൊട്ടു എന്ന ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. യേശു എന്നെ തൊട്ടു എന്ന് വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന ഒരു വിഷയം പറയാമോ? അതായത് ഞാനിപ്പോ വിശ്വാസത്തിൽ വന്ന് 2013 ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്. അതിന് മുമ്പേ കുഞ്ഞുനാൾ തൊട്ടേ, അതായത് കുഞ്ഞുങ്ങളുടെ ഈ പ്രായം തൊട്ടേ സൺഡേ സ്കൂളിൽ പോവുകയും എല്ലാ ഞായറാഴ്ച ആരാധനയ്ക്കൊക്കെ പോയി വന്നതാണ്. പെട്ടെന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഞാൻ പിന്മാറ്റത്തിലേക്ക് പോയി. കൂട്ടുകാരനായി, പിന്നെ അതുപോലെ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായിട്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ചർച്ചിനോട് തന്നെ ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെ പറയാം. ഒരു ദിവസം ഞാൻ മദ്യപിച്ച് റോഡിൽ കൂടെ വരുമ്പോൾ യാദൃശ്യമായിട്ട് ചർച്ചിലെ പാസ്റ്റർ ഷാജി പാസ്റ്ററെ കണ്ടു. അദ്ദേഹം റോഡിൽ വെച്ച് എന്നോട് സംസാരിച്ചു. അതിനുശേഷം റോഡിൽ നിന്ന് എന്റെ തലയിൽ കൈവച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. അതിനുശേഷം അത് ഏകദേശം ഒരു 2009 ആ സമയത്തുള്ള. എന്നിട്ട് ഞാൻ വിശ്വാസത്തിലൊന്നും വന്നില്ല. ഒരു സഭയിൽ ഞാൻ പോവില്ല, എങ്ങും ഞാൻ പോവില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2011 ജോലിയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ രാജസ്ഥാനിലേക്ക് പോയത്. അവിടെ ചെന്നതിന് ശേഷം അവിടെ വെച്ചാണ് ദൈവത്തെ ഞാൻ അറിയുന്നത്. കാരണം അവിടെ ഞാൻ ബിൽഡിങ്ങിന്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ ജോലിയിൽ പെട്ടെന്ന് എനിക്ക് അലർജി ഉണ്ടായി. എന്റെ മുഖത്ത് തൊലിയെല്ലാം പോയി, മുഖം വിരൂപമായി. ആത്മഹത്യ ചെയ്യാൻ പോലും മനസ്സിൽ അങ്ങനൊരു ചിന്ത പോലും എനിക്ക് കടന്നു വന്നു. ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഒരിക്കൽ ഞാൻ അവിടെ ഒരു സഭായോഗത്തിൽ ഞാൻ എന്റെ സഹോദരനോട് പോയത്. അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ ആരാധനയും അവിടുത്തെ പാസ്റ്റർ സംസാരമൊക്കെ കേട്ട് പതുക്കെ എനിക്കും ആരാധനയ്ക്ക് കടന്നു വരണമെന്ന് ആഗ്രഹം ഉണ്ടായി. ഞാൻ അവിടെ ആരാധനയ്ക്ക് പോയി. പിന്നെ പാസ്റ്റർ പോകുന്നിടത്തൊക്കെ എന്നെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു നേരം പോലും ഭക്ഷണം ഇല്ലാതെ ഞാൻ ഇരിക്കത്തില്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അവിടെ 7 ദിവസത്തെ ഫാസ്റ്റിംഗിലായിരുന്നു. അതിനുശേഷം എനിക്ക് സ്നാനപ്പെടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. ഞാൻ അവിടെ രാജസ്ഥാനിൽ തന്നെ സ്നാനപ്പെട്ടു. അതിനുശേഷം ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിൾ വായിക്കും തോറും ഒത്തിരി ഞാൻ സംശയങ്ങൾ പാസ്റ്ററോട് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ അടുത്തൊരു കോളേജുണ്ട്, അവിടെ നിനക്ക് പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. സ്നാനത്തിന് ശേഷം ആ കോളേജിൽ പോയി ഞാൻ അവിടുത്തെ കോഴ്സ് പഠിച്ചു. അതിനുശേഷം രാജസ്ഥാനിൽ തന്നെ 2-3 സ്ഥലങ്ങളിൽ
സഭാചാർജ് എനിക്ക് കിട്ടി. ഞാൻ അവിടെ ദൈവവേല ചെയ്തു. അതിനുശേഷമാണ് എൻ്റെ വിവാഹം നടന്നത്. അതിനൊക്കെ ശേഷം വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും കടന്നുപോയി. ഇത്രയും വർഷം ശേഷം 2026 ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് വേണ്ടി അന്ന് റോഡിൽ ഇന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ ദൈവദാസനോടൊപ്പം ഈ സഭയിൽ കടന്നു വരുവാനും ദൈവത്തെ ആരാധിപ്പാനും ഒരുമിച്ച് നിൽക്കുവാനും ഒടുവിനായി ദൈവം ഒരവസരം ഒരുക്കി തന്നു. ഇതെന്നെ ദൈവം തൊട്ടതിന്റെ ഒരു അനുഭവ സാക്ഷ്യമാണ്. ജീവിതത്തിലെ അനുഭവത്തിൽ കർത്താവ് തൊട്ടു എന്നുള്ള ഒരു സാക്ഷ്യം പറയാൻ പറ്റുമോ? ഞങ്ങൾ ചെറിയ പ്രായം തൊട്ട് 4ാം ക്ലാസ്സിൽ തൊട്ട് ഞങ്ങൾ ഈ IPCക്കകത്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഞങ്ങൾ നല്ലോണം ആരാധിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വിശ്വാസം നല്ലതല്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിലൊന്നും പോകത്തില്ലായിരുന്നു. എല്ലാവരും പള്ളിയിൽ പോകും, പക്ഷെ എനിക്ക് പള്ളിയിൽ പോകാനൊക്കെ മടിയായിരുന്നു. പക്ഷെ അങ്ങനെ ജോലിക്കൊക്കെ പോവുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഇടയ്ക്ക് ഒരു മരുന്ന് കഴിച്ച് സൈഡ് എഫക്ട് വന്ന കാലങ്ങ് തളർന്നു പോയി. 2 കാലിൽ മുട്ടിന്റെ താഴത്ത് എനിക്ക് നടക്കാൻ വയ്യ. അപ്പം ബെഡ് റെസ്റ്റ് ആയിരുന്നപ്പം ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തിട്ടും പക്ഷെ ചൂടുവെള്ളമൊക്കെ പിടിക്കുന്നു, തിരുമ്പൊക്കെ ചെയ്യും, പക്ഷെ നടക്കാൻ വയ്യ. പക്ഷെ അതൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഒരു നല്ല അവസ്ഥയല്ലായിരുന്നു. അപ്പൊ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ഞാൻ വീൽ ചെയറെ ഇരിക്കത്തില്ല, ഒന്ന് എനിക്ക് സൗഖ്യം തരണം, അല്ലെ എന്നെ എടുക്കണം, രണ്ടിനൊന്നും ചെയ്യണം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പം തന്നെ അത് 3-4 മാസം കഴിഞ്ഞ് തന്നെ അത് മെല്ലെ ഞാൻ പിടിച്ചെണ്ണിട്ട് നടക്കാനൊക്കെ തുടങ്ങി. മറ്റേ എനിക്ക് ബാത്റൂം ടോയ്ലറ്റ് ഒന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു. എന്റെ അനിയന്മാരും സിസ്റ്റേഴ്സിന് തോളിലൊക്കെ എന്നിട്ട് ഞാൻ നടക്കുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ അത് ശരിയായി ഓക്കെയായി ദൈവം എനിക്ക് വിടുതൽ തന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സ്നാനപ്പെട്ടു. 2010 സ്നാനപ്പെട്ടു. ഡിസംബർ 30 സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ടു. പിന്നെ ജോലിക്ക് പോകാൻ തുടങ്ങി. അപ്പം അവിടുത്തെ പാസ്റ്ററിന്റെ അണ്ടറിലായിരുന്നു. അപ്പം ജോലി കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ അവിടെ എത്തുമായിരുന്നു. പിന്നെ അങ്ങനെ പാസ്റ്ററിന്റെ കൂടെ തന്നെ സൺഡേ ആരാധിക്കാനും അത് കഴിഞ്ഞ് വിസിറ്റിങ്ങിനൊക്കെ പോകുമായിരുന്നു. അവർ കൂടത്തിൽ കൊണ്ടുപോകായിരുന്നു. എവിടെ പോകുമ്പോൾ അവർ വീട്ടുകളിലൊക്കെ എനിക്ക് കൊണ്ടുവന്നു. അപ്പൊ എനിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു. പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും അവിടെ വിഷമങ്ങൾ അറിയാനും അവിടെ വിടുതൽ സംഭവിക്കുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ദൈവത്തിനോട് കൂടുതൽ പ്രാർത്ഥിക്കാനും അടുക്കാനും ഒക്കെ തുടങ്ങി. എനിക്ക് ഇഷ്ടമായി, പണിയൊക്കെ ഇഷ്ടമായി, സേവക്കായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യമായതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇടയ്ക്ക് പിന്നെ നിന്ന് പോയി. പിന്നെയും ചർച്ചിൽ ഞങ്ങൾ ജയ്പൂരിൽ IPC ഗിലിയാഡിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇടയ്ക്കൊക്കെ പിന്നെ ഞാൻ പോവാതെയായി. പിന്നെയും പോകാൻ തുടങ്ങി. അങ്ങനെ ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ദൈവം വിട്ടില്ല. അതൊരു സാക്ഷിയാണ്. ദൈവം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. ഇപ്പോഴും ദൈവസ്ഥലത്ത് നിൽക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത്. യേശു എന്ന പ്രോഗ്രാം ശ്രമിച്ച ലൈവിലുള്ള പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം പറയട്ടെ. ഇന്നിവിടെ യേശു തൊട്ടു എന്നുള്ള അനുഭവ സാക്ഷ്യം ബ്രദർ ജസ്വിൻ പറയുണ്ടായി. ഒരു മദ്യപാനിയായിരുന്ന ഒരു സഹോദരൻ ലോകത്തിന്റെ മോഹങ്ങളെ തേടി ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നടന്നുവെങ്കിലും യേശു തൊട്ട് കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ തന്നെ ആകമാനം ഒരു വ്യത്യാസമുണ്ട് ഉള്ളതായിട്ട് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. ഇന്ന് ലോകത്തെ എടുത്തു നോക്കുമ്പോൾ അനേക യൗവനക്കാരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ കഴിയുമ്പോൾ ഇന്ന് രാത്രികാലം ഈ ലൈവിൽ കൂടി വിവിധ സമയങ്ങളിൽ ഇരുന്ന് കാണുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങളെ യേശു തൊടുവാൻ സർവശക്തനാണ്. പ്രിയ ഷെറിൻ പറഞ്ഞ സാക്ഷ്യം കേട്ടുവല്ലോ. ആമേൻ. തളർന്നു പോയ ഒരു വ്യക്തിയാണ് ഷെറിന്. ആമേൻ. ആ സാഹചര്യത്തിൽ യേശുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ യേശു തൊട്ട് ഇന്ന് ആരോഗ്യമുള്ളവളായി 2 കാലും ആമേൻ 2 കാലിലും നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു കുഴപ്പമില്ലാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കാണുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയരെ, നിങ്ങൾ ഏതവസ്ഥയിലാ, ഏത് രോഗത്തിന്റെ അവസ്ഥയിലാ? മെഡിക്കൽ സയൻസ് വിധി എഴുതിയിരിക്കാം നിങ്ങൾ ഇനി എഴുന്നേറ്റ് നടക്കത്തില്ലായിരിക്കുമെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ രോഗം മാറത്തില്ലെന്ന്. പക്ഷെ യേശു തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു പൂർണ്ണ വിടുതല. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് യേശു എന്നെ തൊട്ടു എന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചതിനാല് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്ത ആഴ്ച പുതിയ കുടുംബവുമായി ഇതേ സമയം നമ്മളിവിടെ കടന്നു വരുന്നതാണ്. നമുക്ക് പ്രാർത്ഥിച്ച് കാണുവാനന്തരമായ സ്വർഗസ്വപിതാവായ ദൈവമേ, നല്ലൊരു സമയത്തിനായി അങ്ങയുടെ സ്തുതിക്കുന്ന സ്വാഗതം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ കർത്താവേ,
പ്രോഗ്രാമായി കർത്താവ് യേശു എന്നെ തൊട്ടു എന്ന പ്രോഗ്രാമായി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുവാൻ പുതിയ കർത്താവെ കുടുംബത്തെ ഒരുക്കിയ നല്ല കൃപയ്ക്ക് നന്ദി പറയുന്ന കർത്താവെ, ദൈവമായ കർത്താവെ ആ കുടുംബത്തിന് വേണ്ടി ദൈവമായ കർത്താവിടുന്ന് പ്രവർത്തിച്ച നല്ല കൃപയ്ക്ക് നന്ദി പറയുന്ന കർത്താവെ, കുടുംബമായ കർത്താവെ ദൈവമായ കർത്താവിനെ ആരാധിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കിയല്ലോ കർത്താവെ, ഓരോരുത്തരെയും അവിടുന്ന് ദൈവമായ കർത്താവിന് ഇടയാക്കുമാറാടമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമായ കർത്താവിന് സഹായിക്കുമാറാടമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സകല നന്മകളാലും നിറയ്ക്കുമാറാടമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോരുത്തരുടെ ജീവിതത്തിൽ കർത്താവെ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവെ, അവർ വിശ്വാസത്തിലുള്ള ബന്ധം കർത്താവെ ഏറ്റവും അടുത്ത ദൈവമായ കർത്താവിന്റെ കർത്താവെ പറ്റിച്ചേരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കുമാറാടമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സകല നന്മകളാലും നിറയ്ക്കുമാറാടമേ. സകല യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.